ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകളിൽ സംസ്ഥാന സർക്കാർ ടോൾ പിരിക്കില്ലെന്ന് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. ഈ സാഹചര്യത്തിൽ കേന്ദ്രവും ടോൾ പിരിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 10 ടോൾ പ്ലാസകൾ കൂടി നിർത്തലാക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിൽ UPA സർക്കാരിനേക്കാൾ NDA ഭരണമാണ് കേരളത്തിന് മെച്ചം നൽകിയതെന്നും അദ്ദേഹം പ്രശംസിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമാണ് കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾ. കൊല്ലം ഉദ്ഘാടനത്തിന് തയ്യാറായി, ആലപ്പുഴ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. രണ്ടിടത്തും സംസ്ഥാന സർക്കാർ ചുങ്കം ഈടാക്കില്ല എന്നാണ് മന്ത്രി ഉറപ്പു നൽകുന്നത്. എന്നാൽ ദേശീയപാത വിഭാഗം സ്വന്തം നിലയിൽ ചുങ്കം ഈടാക്കിയാൽ കേന്ദ്ര സർക്കാരിന്റെ മുഖമാകും വികൃതമാവുകയെന്നും അദ്ദേഹം പറഞ്ഞു. റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന 10 ഇടങ്ങളിൽ കൂടി ട്രോൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചു വരികയാണ്. ആലപ്പുഴ ബൈപ്പാസ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നേ പൂർത്തിയാകില്ല എന്നും മന്ത്രി പറഞ്ഞു. 2.5 വർഷത്തിനിടെ സെൻട്രൽ ലോഡ് ഫണ്ടിൽ നിന്ന് കേന്ദ്ര സർക്കാർ വഴി 1050 കോടി രൂപയാണ് സംസ്ഥാനത്തിൽ ലഭിച്ചത്. ആലപ്പുഴ ജില്ലയിൽ ദേശീയപാത സ്ഥലമേറ്റെടുപ്പിന്റെ 3D വിജ്ഞാപനം ഈ മാസം തന്നെ ഇറക്കുമെന്നും മന്ത്രി പറഞ്ഞു. 3 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് ആലപ്പുഴ ബൈപ്പാസ് മെയ് മാസം നാടിന് സമർപ്പിക്കുന്നത്. ബൈപ്പാസ് മെയ് 25-ന് മുൻപ് തുറക്കാനാണ് ശ്രമം എന്നാണ് ജി സുധാകരൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. 6.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈപ്പാസിനായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥലം ഏറ്റെടുത്തിരുന്നെങ്കിലും 45 മീറ്റർ വീതിയിൽ ഏറ്റെടുക്കാൻ കഴിയാത്തതിനാൽ നിർമ്മാണം നീണ്ടുപോവുകയായിരുന്നു. കേന്ദ്ര സംസ്ഥാന സംയുക്ത സംരംഭമായാണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. 348.43 കോടി രൂപയാണ് ചെലവായത്. ഇതിന്റെ പകുതി വഹിച്ചത് സംസ്ഥാനമാണ്. ബൈപ്പാസിൽ 3.2 കിലോമീറ്റർ 2 റെയിൽവേ ഓവർബ്രിഡ്ജ് അടക്കം എലിവേറ്റഡ് ഹൈവേയാണ്. ഇതിന്റെ സ്നാപ്പുകൾ സ്ഥാപിക്കാൻ റെയിൽവേയുടെ അനുമതി കിട്ടാൻ വൈകിയതിനാലാണ് നിർമ്മാണം 1 വർഷത്തോളം നീണ്ടതെന്നും മന്ത്രി പറയുന്നു. 5% നിർമ്മാണ ജോലികളാണ് ഇനി ബാക്കിയുള്ളത്. പണി പൂർത്തിയാക്കാൻ കഴിയാത്തതിനാലാണ് കൊല്ലം ബൈപ്പാസിനൊപ്പം ആലപ്പുഴയുടെ ഉദ്ഘാടനവും നടത്താനാകാത്തതെന്ന് മന്ത്രി പറഞ്ഞു. റെയിൽവേയുടെ നേതൃത്വത്തിൽ മാളികമുക്കിൽ വൈദ്യുതി ലൈനുകളുടെ ഉയരം കുറയ്ക്കുന്ന ജോലിയാണ് നിലവിൽ നടക്കുന്നത്. ലൈനുകളുടെ ഉയരം 5.5 മീറ്റർ ഉയരത്തിൽ നിന്ന് 4.5 മീറ്ററായി കുറയ്ക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. ഇത് 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് റെയിൽവേയുടെ ശ്രമം. ഇതിനുശേഷമാകും കുതിരപ്പന്തി മേൽപ്പാലത്തിൽ ലൈറ്റുകൾ താഴ്ത്തുന്ന ജോലികൾ ആരംഭിക്കുക. റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് റെയിൽവേ ഇലക്ട്രിക് വിഭാഗം ലൈനുകളുടെ ഉയരം കുറയ്ക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇതിനുശേഷം മേൽപ്പാലത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള ഗർഡറുകൾ കൂട്ടിച്ചേർക്കുന്ന ജോലി കരാറുകാരുടെ നേതൃത്വത്തിൽ നടക്കും. ഗർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ സ്ലാബ് ഇട്ട് ടാറിംഗ് നടത്തിയാൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാകും. 2015 ഫെബ്രുവരി 11-ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. സെപ്റ്റംബർ 2017 പണി പൂർത്തിയാക്കണമെന്നായിരുന്നു വ്യവസ്ഥ. നിർമ്മാണത്തിന് കാലതാമസം നേരിട്ടതോടെ 2018 മെയ് 28-ലേക്ക് തീയതി നീട്ടി നൽകി. എന്നാൽ ജോലികൾ പിന്നെയും വൈകുകയായിരുന്നു. ഇതിനിടെ പ്രളയവും എത്തിയതോടെ നിർമ്മാണം നിലയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി. നവംബറിൽ പണി പൂർത്തിയാക്കുമെന്നാണ് കൺസ്ട്രക്ഷൻ കമ്പനി നൽകിയിരുന്ന ഉറപ്പ്. ഇതിനിടെ ഇനിയും തീയതി നീട്ടി നൽകാനാകില്ല എന്ന കർശന നിർദ്ദേശം മന്ത്രി ജി സുധാകരൻ നൽകിയിരുന്നു. RDS പ്രോജക്ട് ലിമിറ്റഡ്, ചെറിയാൻ വർക്കി ആൻഡ് സൺ ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. കൊമ്മാടി മുതൽ കളർകോട് വരെയാണ് ബൈപ്പാസ്. ഇരുവശത്തും ചെറുവാഹനങ്ങൾക്കുള്ള 1.50 മീറ്റർ പേവ്ഡ് ഷോൾഡറോട് കൂടിയ 2 വരി പാതയായിരിക്കും. ബീച്ചിന്റെ സൗന്ദര്യം നഷ്ടപ്പെടാതിരിക്കാൻ 3.2 കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേ, 2.6 കിലോമീറ്റർ സർവീസ് റോഡ്, 4.25 കിലോമീറ്റർ സ്ലിപ്പ് റോഡ്, 14 കലുങ്കുകൾ, 2 പ്രധാന കവലകൾ, 4 ചെറിയ കവലകൾ എന്നിവയാണ് മറ്റ് പ്രത്യേകതകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി പങ്കിടുന്ന 247 കോടി വിനിയോഗിച്ചാണ് ബൈപ്പാസ് പൂർത്തിയാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.